അങ്ങനെ അമേരിക്കയുടെ ചങ്ങല പൊട്ടിച്ച് ചൈനയുടെ റിച്ച് സ്റ്റാറി ഹോർമുസ് കടൽ കടന്ന റിപ്പോർട്ട് പുറത്തു വന്നു. വലിയ രീതിയിലുള്ള ഭീഷണിയും മുന്നറിയിപ്പും ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഏതെങ്കിലും ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ തകർത്ത് കളയും എന്നുള്ളതാണ്. ഹോർമുസിലേക്ക് വരുന്നതും പോകുന്നതുമായിരിക്കുന്ന എല്ലാ കപ്പലിനെയും തങ്ങൾ നിയന്ത്രിക്കുമെന്നും തങ്ങളുടെ അനുമതിയില്ലാതെയോ അല്ലെങ്കിൽ തങ്ങൾ അറിയാത്ത രീതിയിലോ ഏതെങ്കിലും കപ്പൽ ഈ മേഖലയിലൂടെ പോവുകയാണെങ്കിൽ തകർക്കും എന്നുള്ള മുന്നറിയിപ്പാണ് പറഞ്ഞത്. ലോകം മുഴുവനും വല്ലാത്ത ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ കേട്ടിരുന്നത്. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒന്നുമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ റിച്ച് സ്റ്റോറി ചരിത്ര സ്റ്റോറിയാക്കിക്കൊണ്ട് ചൈന അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഹോർമുസ് കടൽ കടന്നിരിക്കുകയാണ്. അത് ഒരു കപ്പൽ മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായ രീതിയിൽ 2 കപ്പലും കടന്ന് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ്. വില്ലൊടിച്ചിരിക്കുകയാണ് ചൈന. അമേരിക്കയ്ക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്നു. പണം വിടർത്തി നിൽക്കുകയാണ് ഇറാൻ. എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര വിപണി മാർക്കറ്റ് പോലെ ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാര്യം തങ്ങളുടെ അതിർത്തി കേന്ദ്രീകൃതമായിരിക്കുന്ന ഹോർമുസ് കടലിൽ ഏത് തരത്തിലാണ് കപ്പലുകൾ പോകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ രാജ്യാതിർത്തിയുമായി ബന്ധപ്പെട്ട കടലിൽ എത്രത്തോളം അവകാശവും അധികാരവും ഉണ്ടോ സമാനമായിരിക്കുന്ന അവകാശവും അധികാരവും തങ്ങൾക്ക് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതൊരു വൈകാരിക ബന്ധമാണ്. അതിനെ തൊട്ട് കളിക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. നാവിക ഉപരോധം ഈ കഴിഞ്ഞ ദിവസം അനന്തമായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ജോർജ് ബുഷ്, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, US-ന് നിരോധമുള്ള കപ്പൽ ഇറാന് തടയാൻ പറ്റുമെങ്കിൽ തങ്ങൾക്ക് നിരോധമുള്ള കപ്പലുകൾ തങ്ങൾക്കും തടയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇറാൻ ഒഴിച്ച് ബാക്കി എല്ലാ കപ്പലിനെയും തടയും എന്ന് തന്നെയാണ് ട്രംപ് പിന്നീട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറഞ്ഞത്. കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയ ആശ്വാസം കൊള്ളുകയല്ലാതെ മറ്റൊരു പോംവഴിയും ഇനി അമേരിക്കയ്ക്കില്ല എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ പത്രങ്ങൾ പ്രതികരിച്ചു. സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളത്, അമേരിക്ക ചെയ്യാറുള്ളത് അങ്ങനെയാണ്. ഒന്നും വെടിവെക്കാൻ സാധിക്കാതെ തടയാൻ സാധിക്കാത്ത വലിയ പ്രതിസന്ധിയോ കാര്യങ്ങളാകുന്ന സമയത്ത് വേഗം തങ്ങളിത് കരിമ്പട്ടിയിൽ പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. 2023 ഫുൾ സ്റ്റാറി എന്ന് പറയുന്ന ഒരു കപ്പലിന് ഇതേ രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നിരോധനം ഏർപ്പെടുത്തിയ കപ്പലായിരുന്നു അത് അമേരിക്ക. ആ കപ്പൽ ഈ പറഞ്ഞ പോലെ കടൽ അതിർത്തി കടന്നുകൊണ്ട് പുറത്തുപോയി. പിന്നീട് ഇതിനെ വെടിവെക്കാനോ തടയാനോ മറ്റേതെങ്കിലും വിഷയത്തിൽ ഉൾപ്പെടുത്താനോ അമേരിക്കയ്ക്ക് സാധിക്കാതെ പോയി. കാര്യം അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ചൈനയുടെ തിരിച്ചടി എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ അമേരിക്കയുടെ ഇന്റലിജൻസ് പരാജയപ്പെട്ടപ്പോൾ പിന്നീട് വന്നിരിക്കുന്ന പ്രസ്താവന ഇങ്ങനെയാണ്: കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ കപ്പൽ ലോകത്തെ പരമാവധി കപ്പലിലൂടെയൊക്കെ ഇപ്പോൾ സഞ്ചാരം നടത്തുന്നു, ഒരു പ്രശ്നമില്ലാതെ. അവരുടെ ലിസ്റ്റിൽ അവരുടെ ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതി വെച്ചതെന്നല്ലാതെ ഈ ചൈനയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. തൊട്ടാൽ എന്നുള്ളതാണ് ചൈന അമേരിക്കയ്ക്ക് ഈ വിഷയമായിട്ട് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. തങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരാളെയും അനുവദിക്കുകയില്ല. തങ്ങളുടെ കപ്പലുകൾ ഏത് വഴിക്ക് പോകണം, എങ്ങനെ പോകണം, എന്ത് വസ്തുക്കളുമായിട്ട് പോകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കാണുള്ളത്. ആരും വകവെച്ച് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിയത്തിൻ്റെ വില ഈ ബാരലിൻ്റെ വില 102.30 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനി ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയത്ത് കപ്പൽ ഗതാഗതം നടക്കാതെ ഒരു വിഷയം വരുന്ന സമയത്ത് ഈ ക്രൂഡ് ഓയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റു രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഉള്ളതിൻ്റെ വില കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിലാണ്. ഇങ്ങോട്ടും ഈ പരിസരത്തേക്കും അമേരിക്കയെ അടുപ്പിക്കില്ല എന്ന് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികരിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച വീണ്ടും ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നു. അതായത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥ ശ്രമം വീണ്ടും വ്യാഴാഴ്ച ഒന്നുകിൽ പാകിസ്ഥാനിൽ വെച്ചോ അല്ലെങ്കിൽ ജനീവയിൽ വെച്ചോ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ച പൊളിഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ആധികാരികമായിട്ട് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആണവായുധം
നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ആദ്യം തന്നെ അമേരിക്ക എടുത്തിട്ടത്. അവരുടെ കൈവശത്തിലുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് അത് തിരിച്ച് നൽകണമെന്നുള്ള അമേരിക്കയുടെ കൈവശത്തിലേക്ക് നൽകണം. ഡയലൂട്ട് ചെയ്ത് തങ്ങൾ അതിൻ്റെ കാഠിന്യം കുറക്കാമെന്ന് ഇറാൻ അമേരിക്കയോട് പറഞ്ഞു, 5 വർഷത്തേക്കെങ്കിലും. അപ്പോൾ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട് സമ്പുഷ്ട യുറേനിയം കാഠിന്യം കുറക്കുക എന്ന് പറഞ്ഞാൽ അത് ഡയലൂട്ട് ചെയ്ത് അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. അമേരിക്കയുടെ മറുപടി പറഞ്ഞത് 20 വർഷത്തേക്ക് അങ്ങനെ ചെയ്യണം, എന്നിട്ടോ ഈ സാധനം മറ്റുള്ള രാജ്യത്തിന്, അമേരിക്കയുടെ പേര് ആദ്യം പറഞ്ഞ് ഞങ്ങൾക്ക് കൈമാറണം എന്ന തരത്തിലാണ്. അതിന് യോജിക്കാൻ വേണ്ടി സാധിക്കാത്തതോട് കൂടിയിട്ടാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ പൊളിഞ്ഞത്. ഇറാൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്ന ഇബ്രാഹിം റൈസി മുൻപ് പറയപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണോ പറഞ്ഞത് അതാണ് യാഥാർത്ഥ്യമായ രീതിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: കരാർ വ്യവസ്ഥ ഇസ്രായേലുമായിട്ടോ അമേരിക്കയുമായിട്ടോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഈ 2 രാജ്യം കൂടി ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്, രണ്ടും രണ്ടല്ല. അവർ ചെയ്യുന്നു അത് ഞങ്ങൾ നിയന്ത്രിക്കുമെന്ന് പറയുന്നു, ഇവർ ചെയ്യുന്നു മറ്റൊരു നിയന്ത്രിക്കുമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ഇരട്ട മക്കളെ പോലെ അല്ലെങ്കിൽ സയാമീസ് ഇരട്ടകളെ പോലെയാണ് എല്ലാ കാലത്തും ഇസ്രായേലും അമേരിക്കയും പെരുമാറാറുള്ളത്. അവരെപ്പോഴും മുസ്ലിം രാജ്യങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കും അതിൻ്റെ സംവിധാനത്തിനും വിരുദ്ധമായിരിക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചത്. ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് കണക്കാക്കുന്നു. ഇബ്രാഹിം റൈസി പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്: ഉപദേശം കൊണ്ടോ നിർദ്ദേശം കൊണ്ടോ അപേക്ഷ കൊണ്ടോ കരാർ കൊണ്ടോ ഒരിക്കൽ പോലും അമേരിക്കയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നീതി പ്രതീക്ഷിക്കരുത് ലോകം. ഞങ്ങളത് കൃത്യമായ രീതിയിൽ അറിഞ്ഞതും അനുഭവിച്ചതുമാണ്. പകരം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടണം. അവരുടെ തലക്ക് തന്നെ മണ്ടക്ക് തന്നെ അടിച്ചെങ്കിൽ മാത്രമേ അവർ ഒതുങ്ങിക്കിട്ടൂ. അതിൻ്റെ ഉദാഹരണമാണ് അവർ പറഞ്ഞത്. ലെബനാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 964 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശത്തിൻ്റെ 65% ലെബനാൻ തിരിച്ചു പിടിക്കാൻ സാധിച്ചത് ഇസ്രായേലുമായി നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടാണ്. അതിർത്തി കേന്ദ്രീകൃതമായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ആക്രമണത്തിന് മുൻപിൽ പതറിപ്പോയി യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യം. അങ്ങനെ അവർ ആ ദേശം വിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും 35% ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട്. അതും തങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് ലെബനാൻ പറയുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ നിരന്തരം യുദ്ധം ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവർക്ക് നേരെ ആക്രമണം നടത്താത്ത രീതിയിൽ ഒരിക്കലും അവരുടെ ഭാഗത്ത് നീതി കിട്ടില്ല എന്നുള്ളതായിരുന്നു ഇബ്രാഹിം റൈസിയുടെ അഭിപ്രായം. മാത്രവുമല്ല ഒരു തരത്തിലും ഒരു വേളയിലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ തിരിയും. സാമ്പത്തികപരമായി മുന്നേറ്റമുള്ള രാജ്യത്തിൻ്റെ അകത്ത് അവർ കയറിക്കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ 970-80 വർഷം 70-75 വർഷത്തിന് മുൻപ് ഇത്രയും വലിയൊരു സാന്നിധ്യം യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്കക്കോ ബ്രിട്ടനോ ഇല്ലായിരുന്നു. അന്ന് ബ്രിട്ടനാണ് കുറച്ചും കൂടി വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്ന രാജ്യം. 1-ാം ലോക യുദ്ധത്തിനൊക്കെ നേതൃത്വം നൽകിയ ബ്രിട്ടനാണ്. തുർക്കിയുടെ സാമ്രാജ്യം, ഓട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടതോടുകൂടി അറേബ്യൻ മേഖല ഒന്നാകെ പിടിച്ചെടുക്കപ്പെട്ടത് ബ്രിട്ടനാണ്. പക്ഷേ അതൊക്കെ പച്ച മരുഭൂമി പോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് വലിയ താല്പര്യമൊന്നും ബ്രിട്ടനില്ലായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ പിന്നീട് ഓരോരോ ഗോത്ര വിഭാഗത്തിന് ഈ പ്രദേശങ്ങൾ ഇങ്ങനെ വിട്ടു നൽകുകയായിരുന്നു. ആരും യുദ്ധം ചെയ്യാനില്ല, ആരും എതിർക്കാനില്ല, ഉള്ളവർക്ക് അങ്ങനെ സ്വതന്ത്രമായ രീതി ജീവിച്ചാൽ മതി. അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത്. അങ്ങനെയാണ് ഓരോരോ പല രാജ്യങ്ങളുടെ കുടുംബ പേരാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടനിൽ നിന്ന് വിലക്ക് വാങ്ങുകയോ അതല്ലെങ്കിൽ ബ്രിട്ടൻ വിട്ടുകൊടുക്കുകയോ ചെയ്ത പ്രദേശമാണ് പരമാവധി അറേബ്യൻ്റെ ഭൂമികയല്ല. എന്നാൽ പിൽക്കാലത്ത് പിന്നീട് എന്ത് ചെയ്തു? ഇവർ ഏറെക്കുറെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഈ മരുഭൂമിയിൽ ഒന്നുമില്ല. നമ്മൾ ഈ 950, 60, 70 ആ കാലഘട്ടത്തിൽ ഹജ്ജിന് പോയവരെക്കുറിച്ച് അവരോട് അന്വേഷിച്ചാൽ ഈ കാര്യം പറയാൻ വേണ്ടി പറ്റും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാരുടെ പണം വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് മക്ക നിവാസികളായിരിക്കുന്ന സൗദികൾക്കുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ വലിയ ദാരിദ്ര്യമായിരുന്നു, വലിയ പ്രയാസമായിരുന്നു. ഇന്ത്യ പോലുള്ള രാജ്യത്തു നിന്നൊക്കെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നരാണ് പോവുക. അപ്പോൾ സമ്പന്നർ അവരുടെ കയ്യിൽ പണം ഉണ്ടാവും. നമ്മുടെ കറൻസിയുടെ മൂല്യം അന്ന് ഈ റിയാലിനേക്കാണ് കൂടുതലായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരു റിയാലിന് 2 ഇന്ത്യൻ രൂപീസ് കിട്ടുന്ന ഒരു കാലം പോലും ഉണ്ടായിരുന്നു. നമ്മളുടെ കറൻസി ആയിരുന്നു മൂല്യം ഉണ്ടായിരുന്നു. കാര്യം അവിടെ നിന്ന് ഈ പെട്രോളിയം സംബന്ധമായ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാത്ത ആ കാലഘട്ടത്തിൽ ഇന്ത്യയോട് വലിയ താല്പര്യമായിരുന്നു. ഇഷ്ടംപോലെ ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോയ ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ വലിയ സമ്പന്നർ
അന്നൊക്കെ ഇതിന് ഹജ്ജിന് പോകുന്ന ആ കാലഘട്ടത്തിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലമൊക്കെ ഏതാണ്ട് സൗദി കൂടെ. പിന്നീട് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പെട്രോളിയം കണ്ടെത്തുന്നു, അതിൻ്റെ ഉപയോഗം കൂടുന്നു, അത് വിപണിയാകുന്നു, അത് വിൽപ്പന നടത്തുന്നു, പിന്നീട് അത് വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു, വാഹനങ്ങളാകി. അങ്ങനെ ആകുന്ന സമയത്ത് ഇവിടെ മൂല്യങ്ങൾ ഉയരുന്നു, സമ്പന്ന രാജ്യമാകുന്നു. അതോടുകൂടി പതുക്കെ അമേരിക്ക ഇങ്ങോട്ട് കണ്ണുവെക്കൽ തുടങ്ങി. ആ കണ്ണുവെക്കൽ പിന്നീട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ ഇവരുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് വലിയ ബന്ധമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് മുന്നോട്ടാണ് സമ്പന്ന മേഖലയായിട്ട് മാറുന്നത്. അതോടുകൂടി ഈ മേഖല പ്രശ്നബാധിത മേഖലയായിട്ട് ഏറെക്കുറെ മാറി. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 200-ലധികം രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ട് ഏത് സമയത്തും ഒരു സംഘർഷാവസ്ഥയും സ്ഥിതിയിലേക്കും എപ്പോഴും മാറാറുള്ളത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്നാമത്തത് ഇസ്രായേൽ ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫലസ്തീനുമായിട്ടുള്ള സംഘർഷാവസ്ഥയാണ്. ഇപ്പോൾ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഫലസ്തീൻ്റെ തുടർച്ചയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഹോർമുസിൻ്റെ കടൽ ചുവരുകൾ വെക്കാൻ തങ്ങൾ അനുവദിക്കില്ല. അത്രത്തോളം ശക്തിയും ബലവും അമേരിക്കക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള വെയിൽക്കെട്ടുകൾ വെച്ചാലും ഞങ്ങളത് തകർത്തെറിയുകയും ഞങ്ങളുടെ പാതയിലൂടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പലുകളെ തുറന്നുവിടാനുള്ള സംവിധാനം തങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇറാൻ പ്രതികരിച്ചത്.